ഗൈസ്, ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. തൊണ്ടവേദന കേട്ടോ, അതാട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ. തൃപ്പൂണിത്തുറയ്ക്ക് പോകണം, കുറച്ച് ഡ്രസ്സ് എടുക്കണം, കുറച്ചിങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്സ്. അപ്പൊ നടന്നുകൊണ്ട് സംസാരിക്കും അല്ലേ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൺഫ്യൂഷൻ. എന്ത് ഇടണം, ജീൻസ് ഇടണോ, അതെയോ ചുരിദാർ ഇടണോ, അതെയോ വേറെ സ്കേർട്ട് ഇടണോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്ത് ഇടണമെന്ന്. അപ്പോ ഞാൻ 5 മിനിറ്റ് അലമാരിയുടെ മുമ്പിൽ നിന്ന് ആലോചിക്കും, എന്തിടണം, അതിടണോ എന്നൊക്കെ. അപ്പൊ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഗായ്സ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡേ എന്റെ ഡ്രസ്സ് കൺഫേം ആക്കിട്ടോ. ഇങ്ങനെ ഒരു ബ്ലൂ കളർ ടീഷർട്ട് ആട്ടോ. പിന്നെ അതിന്റെ കൂടെ മാച്ച് ആയിട്ട് ഞാൻ വൈറ്റ് കളർ ഒരു കാർഗോ പാന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കണേ. ഒരിക്കലും എവിടെ പോയാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിട്ട് ഈ സൺസ്ക്രീൻ. കാരണം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായി. കുറെ വാരി തൂക്കണ്ട്. ഞാൻ ഐലൈനർ വെച്ച് കണ്ണെഴുതി. നമുക്കൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാൻ റെഡ് കളർ ലിപ്സ്റ്റിക് 610 എന്ന ഷെയ്ഡിന്റെ റെഡ് കളർ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഇതാട്ടെ എന്റെ ഫൈനൽ ലുക്ക്. ഞങ്ങളിപ്പോ പോവാൻ പോണത് ഈ തൃപ്പൂണിത്തുറയിലെ ചാരുതയായിട്ടാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സിലും ക്വാളിറ്റിയിലൊക്കെ ഇവിടെ അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നതാട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. ക്വാളിറ്റിയുടെ സെലക്ഷൻ്റെയും കാര്യത്തിൽ ഇവിടെ പക്കയാട്ടോ. പക്ഷെ ഓഫേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് എല്ലാ കടയിലത്തെ പോലെ ഒരുപോലെയായിട്ട് തോന്നിയിട്ടോ. വലിയ അധികം ഓഫേഴ്സ് ഒന്നും എനിക്ക് കണ്ടില്ല. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അജ്രക്കിന്റെ ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 5 to 15% ഓഫേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അങ്ങോട്ട് ഓടിക്കുതിച്ച് ചെന്നത്. ഈ കാണുന്ന റണ്ണിങ് മെറ്റീരിയൽ ഞാൻ അവിടെ നിന്ന് എടുത്താട്ടോ. ഒരു 2 മീറ്റർ എടുത്തേ. ഈ കാണുന്ന കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ. അതുകൊണ്ട് ഞാൻ ഇതും സെലക്ട് ചെയ്ത് ഇതും എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ലാർജ് ആയിരുന്നു കിട്ടിയത്. ഒത്തിരി അടിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി ഷേപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചു. അവിടുത്തെ കടയിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങളിത് കണ്ണിമാങ്ങ, മുത്തംകുരിശിലെ കണ്ണിമാങ്ങയിട്ട് പോവാട്ടോ. അവിടെ എപ്പോൾ പോയാലും ഞങ്ങൾ അവിടുത്തെ ബിരിയാണി ആയിട്ട് എപ്പോഴും മേടിക്കണം. അപ്പം ഞാൻ ബീഫ് ബിരിയാണി മേടിച്ചു, അമ്മ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ മേടിച്ചേ. മിക്ക ഹോട്ടലിലും വെയിറ്റ് ചെയ്തിരിക്കണ പോലെ അത്ര വലിയ പ്രശ്നമില്ല ഇവിടെ. കാരണം വെക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം അപ്പം തന്നെ ഷെഡേന്ന് പറഞ്ഞ് വരും.